വി.ഡി. സതീശൻ അന്നേ പറഞ്ഞതാണ്, അറബിക്കടൽ ഇളകി വരുന്ന സാഹചര്യം ഉണ്ടായാലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. കാരണം ഇന്ന് പുറത്തു വന്നതല്ല, ഇനിയും പുറത്തു വരാനിരിക്കുന്നതുമായ പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിനും മറ്റു പലർക്കും അറിയാമായിരിക്കണം. പക്ഷേ അദ്ദേഹം മാത്രമാണ് അത് മുൻകൂട്ടി കണ്ടൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായത്. പോലീസിൽ പരാതിയുണ്ടോ, ഈ പരാതി ആരുടേതാണ് എന്നൊക്കെയുള്ള സാങ്കേതിക ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ നമുക്ക് ഉപേക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇനി MLA ആയി തുടരാൻ എന്തെങ്കിലും ധാർമ്മിക അവകാശമുണ്ടോ? അതിന് ഒരുപക്ഷെ രാജി ചോദിച്ചു പിടിച്ചു വാങ്ങാൻ കഴിയില്ല. രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അപ്രസക്തമായി എന്നാണ് തോന്നുന്നത്. ഇനിയും കോൺഗ്രസ് അതിന് മടി കാട്ടേണ്ടതുണ്ട്. ഇവിടെയാണ് വി.ഡി. സതീശൻ ശരിയെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. അതായത് ഈ അവസ്ഥ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇതിന്റെ ഒരു കാഠിന്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് വി.ഡി. സതീശൻ മുൻകൈയെടുത്ത് ഈ ചെറുപ്പക്കാരനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കാനായിട്ട് തീരുമാനിച്ച്. അതുകൊണ്ട് അത്രയെങ്കിലും മാനം രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സ്ഥിതി. ഇന്നിപ്പോ സ്ഥിതി വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയോ ഇയാളെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ആലോചിക്കുകയോ ചെയ്താൽ ഒരു ചോദ്യം കോൺഗ്രസ്സുകാരുടെ മുമ്പിലേക്ക് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഭരണം വേണോ, മാങ്കൂട്ടം വേണോ എന്നൊരു ചോദ്യമാണ് സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. സാധാരണക്കാരായ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അനുഭാവികളായ ആൾക്കാരും ചോദിക്കുന്നത്. മാങ്കൂട്ടം വേണോ, ഭരണം വേണോ എന്ന് നിങ്ങൾ സജീവമായി ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. ഈ KPCC പ്രസിഡന്റ്, ദുർബലനായ ഒരു KPCC പ്രസിഡന്റിനെ മഴയത്ത് നിർത്തിക്കൊണ്ട് ഈ വർക്കിംഗ് പ്രസിഡന്റുമാരായ 2-3 പേര് കൂടി നടത്തുന്ന നാടകങ്ങളുടെ ഭാഗമാണ് ഈ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നതും ഇപ്പോൾ പാലക്കാടൊക്കെ പ്രവർത്തിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കി. അതൊരു സത്യമായ കാര്യം. കോൺഗ്രസ്സുകാർ നിഷേധിച്ചാലും നിഷേധിച്ചില്ലെങ്കിലും അത് വളരെ ശക്തമായ ഒരു വ്യക്തമായ കാര്യമാണ്. ഈ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ അനുഗ്രഹാശിസ്സോടുകൂടി തന്നെയാണ് അയാൾ നിയമസഭയിൽ വന്നതും ഈ പാലക്കാട് ഈ പ്രചരണത്തിനൊക്കെ മുൻതൂക്കം കൊടുക്കുകയൊക്കെ ചെയ്ത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, മാങ്കൂട്ടം വേണോ ഭരണം വേണോ എന്ന് ഇവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് പോലും അതിന് അവസരം കൊടുക്കാതാണ് മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഈ വർക്കിംഗ് പ്രസിഡന്റുമാരും മറ്റു ചിലരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സതീശനെ പോലൊരു നേതാവ് അന്ന് ഒരു നിലപാട് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥിതി വീണ്ടും അധപതനത്തിലേക്ക് പോകുക എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. പിണറായി വിജയൻ 3ാമത് വന്നിരിക്കും എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തുമായിരുന്നു. കുറെയെങ്കിലും ഈ ജനവികാരം തടഞ്ഞു നിർത്താൻ, ഈ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ജനവികാരം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞതെങ്കിലും ഈ നടപടി കൊണ്ട് മാത്രമാണ്. പക്ഷേ അപ്പോൾ പോലും അയാളെ ചിറകിനടിയിൽ നിർത്താനാണ് കോൺഗ്രസിനകത്തെ ഒരു പ്രമുഖരായ പലരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, വി.ഡി. സതീശൻ എന്നീ പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ സൈബർ ആക്രമണങ്ങളും അല്ലാതെയും എല്ലാം ഉണ്ടാകുന്നത്.